ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് ബാക്കി മാസം വീട് സാഡായിരുന്നു. കുക്ക് ചെയ്യാനറിയില്ല. ജങ്കുക്ക് ജിമ്മിൻ പറയുന്നത് എനിക്ക് കുക്കിംഗ് അറിയൂ. ജിന്നിന് വീട് ബാക്കി ആറാം വീട് അയ്യോ എനിക്ക് കുക്കിംഗ് അറിയില്ല. നല്ല ക്യാരിങ് ആയിട്ട് ജയിച്ചിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല അവർക്ക് ഞാൻ ഹീറോയി പറഞ്ഞു എനിക്ക് അവരെ കണ്ട് ഫ്ലാറ്റ് ആണ് ഫീലിങ്സ് എടുക്കും. അത് മാത്രമല്ല ഞാൻ ഹീറോയി ഓരോന്ന് കാര്യം പറയുന്നത് ടീച്ചേഴ്സ് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലവ് കുറേ തരുന്നു. അത് മാത്രമല്ല എന്നെ കെയറിങ് നോക്കണം. അങ്ങനെ ഹീറോയി കുറേ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയി ജോലിയായി ഫ്രണ്ട്സ് കൂടെ ഇറങ്ങി എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ചെക്കൻ വന്ന് ഹീറോയിനെ എപ്പോഴും ടോർച്ചർ ചെയ്യുന്നു. ഒരു ദിവസം ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തു. ഹീറോയിനെ പൊട്ടി മിരട്ടായിരുന്നു. അങ്ങനെ അവിടെ റിലീസ് ചെയ്യുന്ന ഒരു പേപ്പർ പെണ്ണ് കൊടുന്നതിന് ഒരു പ്ലേസിലാണ് ഹീറോയിനെ മിരട്ടിയാണ് ഈ പേപ്പറിൽ സൈൻ ചെയ്ത്. അപ്പോൾ PTS മെമ്പർക്ക് ന്യൂസ് പറഞ്ഞു. PTS മെമ്പർ ഇതിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ വെച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഹീറോയി ആ പേപ്പറിൽ സൈൻ ചെയ്തായിരുന്നു ഹീറോയിനെ വരുത്തി. അവർക്ക് ഷോക്കായിരുന്നു. അവർ സൈൻ ചെയ്യാൻ പോകാമെന്ന് പേപ്പർ എടുക്കാകുമ്പോൾ ഫൈറ്റ് അത് താഴെ വീണു. ഫസ്റ്റ് ജിന്ന് കാലടിക്ക് വന്നു. ആ പേപ്പർ ജിന്ന് നോക്കുമ്പോൾ മാരേജ് പേപ്പർ. ജിൻ നോക്കി വായിച്ചു. ജിൻ ആ പേപ്പറിൽ സൈൻ ചെയ്തു. അതിൽ ഒരാൾ അവിടെ ഇത് മാരേജിൻ്റെ ഒരു സീൻ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അവർ വായി വന്ന് നോക്കുക മാരേജ് ഒരു പേപ്പറിൽ സൈൻ ചെയ്തു. ഓ ഇവർക്ക് മാരേജ് ആയോ? ശരി ഓക്കെ അയാൾ അവിടെ ഇരുന്നു. ശരി ഓക്കെ ഫൈറ്റ് ഇടുന്ന ഒരു സീൻ വെക്കാമെന്ന്. നെക്സ്റ്റ് ആ ജിൻ എന്ത് ചെയ്ത് ഷുഗർക്ക് ക്യാച്ച് ചെയ്തു. ഷുഗർ പിടിച്ചു. ഷുഗർ കൊടുത്തു. ഷുഗർ വായിച്ച് ഓ ഷുഗർ സൈൻ ചെയ്തു. ഇത് അയാൾക്ക് ഷോക്കായി. എന്താ ഒരു പെണ്ണ് രണ്ടുപേർ മാരേജ് കഴിച്ചു. അന്ന് അയാൾ ഷോക്കായിരുന്നു. അതിനോട്ട് ഹോബി എന്നെ പിടിച്ചു വന്നു. ഹോബി കൊടുത്തു. ഹോബി സൈൻ ചെയ്തു. അയാൾക്ക് ഷോക്ക്. ആറമ്മക്ക് പോയി. അയാൾക്ക് കണ്ണുവേടായി. എന്ത് ജിമ്മിന് കൈക്ക് പോയായിരുന്നു. ഷോക്കർ വി ജങ്കുക്ക്. ഞാൻ 7 ഹീറോയിൻ മാരേജ് ഇത് കണ്ട് അയാളും അവിടേക്ക് ബൊത്തൊന്ന് മയങ്ങി വീണു. അതിലൊരു രണ്ട് സെക്യൂരിറ്റി സാറേ ഏത് സാറേ തണ്ണി വെറ്റി എന്തിടാ ഒരു പെണ്ണിന് 7 പേരും മാരേജ് കഴിക്കൂടാ ഇതെന്തിടാ എന്ന് പറയായിരുന്നു. സാർ എന്ത് ചെയ്യാൻ പറ്റും സാർ? അവർക്ക് 7 പേര് എങ്ങനെ മാരേജ് കഴിക്കുമോ സാർ? അവർക്കും അറിയില്ല സാറേ. അവർക്കറിയാതെ അവർ സൈൻ ചെയ്തതായിരിക്കും സാറേ. അവർക്ക് ഉള്ള പോലെ കണ്ടത് ഒരുപോലെ എല്ലാവരും ഒരു ഗേളിനെ മാരേജ് കഴിച്ചെന്ന് അറിഞ്ഞാൽ ഇത് സൈൻ ചെയ്യൂടെ സീനിടാൻ വിടാല്ല എന്ന് നോക്കിക്കോ സാർ എന്ന് പറഞ്ഞത് അവർ വഴക്കുണ്ടാക്കും. എന്നത് ഫൈറ്റ് ചെയ്ത് പോലീസ് നിർത്തി അവരെല്ലാം പിടിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെയായിട്ട് അവിടെ ഒരാളുണ്ടായിരുന്നു. എടാ എന്താ സാർ? സാറ് സീൻ സാർ എന്താ സാർ നിങ്ങൾ വായിച്ചു നോക്ക് സാർ. വായിച്ച് നോക്കിയ ശേഷം ഞാൻ സൈൻ ഇടാം സാർ എന്ന് പറഞ്ഞു. ജിന്നെടുത്ത് നോക്കും. പ്രശ്നമില്ല. അങ്ങനെയായിട്ട് 7 പേർ നോക്കി പേപ്പറിന്നു. 7 പേർ നോക്കി ഓ ഒരു റിയാക്ഷൻ ഇല്ല സൈൻ ചെയ്യും. ഇതോട്ട് അയാൾക്ക് ഷാക്കായി. സാർ ഒരു പേര് എങ്ങനെ സാർ 7 പേരെ മാനേജ് ചെയ്യാൻ മുറിക്കായിരുന്നു. ശരി സാർ എന്ന് പറഞ്ഞു. അങ്ങനായിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവായിരുന്നു. അപ്പോൾ ജിന്നക്കൊരു മണ്ടയിൽ ഒരു ഐഡിയ വന്നു. ഇവരെ വിട്ടാൽ ശരിയാവില്ല. എല്ലായിടത്തും പറഞ്ഞ് എന്ത് ചെയ്യാം. ജിന്നിന് കയ്യിൽ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. ഇത് വെച്ച് പറയും സോറി. ജിന്നെ അവർ വിളിച്ചായിരുന്നു. എന്താ സാർ ഇത് കഴിച്ചോ? ഇത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അവർക്ക് ഷാകായിരുന്നു. എൻ്റെ സാറേ ഇത് കഴിച്ച് പോവും സാർ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസാണ്. എന്നാൽ ജ്യൂസ് ടാബ്ലറ്റ് ആയിരുന്നു. അതിന് അവർ കുടിച്ചു. അത് അവർ വന്നവരും എല്ലാം കഴിച്ചായിരുന്നു. ശരി സാറേ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് അവർ സീൻ ചെയ്തിരുന്നു. ഇത് കഴിച്ചോ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ കഴിച്ചായിരുന്നു. ഇത് കഴിച്ചോന്ന് പറഞ്ഞായിരുന്നു. അതിൽ അവർ സൈൻ ചെയ്തായിരുന്നു. സൈൻ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഒന്നും പറ്റില്ല സാർ കഴിക്കാനേ എന്ന് പറഞ്ഞായിരുന്നു. അയ്യോ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. സാർ നിങ്ങൾ ഓഫീസിൽ പോവാ സാർ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഓഫീസിൽ ആരുമില്ലായിരുന്നു. ആ മാനേജർ ആദ്യം അവർ കഴിച്ചായിരുന്നു. കഴിച്ചത് ഇവിടെ എടുത്തു. എന്നിട്ട് അവർ പോയായിരുന്നു. പ്ലേസിൽ അവിടെ ഇങ്ങനെ കോഡിൽ ഇതായി. പിന്നെ അവർ ശരി ഓക്കെ കോഡിൽ തന്നെ നോക്കിക്കോളാം ജഡ്ജിയോട് പറഞ്ഞു. അതൊരു ഫയൽ ജഡ്ജിനെ കൊടുത്തു. ജഡ്ജി ഓക്കെ എന്ന് പറഞ്ഞു. അവർ വെളിയിൽ വന്നു. ജഡ്ജിയോട് കാട്ടിയായിരുന്നു. ഓക്കെ ഞങ്ങൾ 7 ലവ് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞു. അവൾക്ക് പിടിക്കും. ശരി ഓക്കെപ്പാ
എന്ന് പറയാൻ അയാൾക്ക് പണം കൊടുത്തു. പിന്നെ ഇവർക്ക് വായി മുടണം, 2 പേർക്ക് 3 പേർക്ക് മാത്രം ടോട്ടൽ അറിയൂ. ജഡ്ജി ഒന്നും പറയില്ല പറഞ്ഞിട്ട് ഇവർക്കൊരു ടാബ്ലറ്റ് കൊടുത്തു. ആ ടാബ്ലറ്റ് അവർ കഴിച്ചു. അതുപോലെ ടാബ്ലറ്റ് ജ്യൂസ് കഴിച്ചു. ജ്യൂസ് കുപ്പിയിൽ ബോട്ടിൽ തുറന്ന് അവർ കുടിച്ചു. ഗ്ലാസ് പറഞ്ഞ ഗ്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ കുപ്പിയും കൊടുത്തായിരുന്നു. കുപ്പിയും കൊടുത്തായിരുന്നു. അവർ ഗ്ലാസ് കുടിച്ചില്ല പറഞ്ഞ് കുപ്പി കൊടുത്തു. കുപ്പിയിൽ അവർ കുടിച്ചിട്ട് അമ്മൻ അവർക്ക് മയങ്ങി വീണു. അത് മാത്രമല്ല കോടതി ജഡ്ജിക്ക് ഒരു ഗുണ്ട് ദുഃഖി വെച്ചായിരുന്നു. ജഡ്ജിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ജഡ്ജും കുടിച്ചു. അവർക്ക് ഇതെല്ലാം മറന്നുപോയി. ആ ഫയലോടെ മൂലയിൽ പോയായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. സമാധാനമായി എന്ന് പറഞ്ഞ് അവർ ചിരിച്ചായിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് അതിൽ ഫോട്ടോസും ഒന്നുമില്ല. ശരി ഓക്കെ എന്ന് അവർ സ്നേഹിച്ചു നിന്നു. അതുകൊണ്ട് ഹീറോയുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓൾറെഡി ഒറിജിനൽ പേപ്പർ അവർ കയ്യിലുണ്ടായിരുന്നു. അത് മാത്രമല്ല അങ്ങനെ ഹീറോ ഭയങ്കര ഹാപ്പിയായിരുന്നു. പേപ്പർ ഒറിജിനലാണ്, ഫോട്ടോ മാത്രം ഇവരുടെ കയ്യിലുണ്ട്. അതൊരു കോപ്പിയാണ്. അതുകൊണ്ട് അവർ ഹീറോയും കൂടി ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയിനെ പുറകെ നിർത്തി ആ ബോയ് ഹീറോയ്ക്ക് വീണ്ടും വന്ന് പ്രപ്പോസ് ചെയ്തു. ഹീറോയി പറഞ്ഞു സോറിപ്പാ എനിക്ക് മാരേജ് ആയി എന്ന് പറഞ്ഞ ഒരു ബോയ് ആയിരുന്നു ഹീറോയിന്. ശരി ഓക്കെ എന്ന് ഹീറോയി കണ്ട് കഥയിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ശരി ഓക്കെ ഇവർ അക്സെപ്റ്റ് ചെയ്യാം, വേറെ വഴിയില്ല. ഹീറോയെ മനസ്സിലാക്കാം, വേറെ വഴിയില്ല, ഇവർ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇവരെന്നും ലവ് കാരിങ് കാട്ടാൻ അവരുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ബേബി വെച്ചായിരുന്നു. ഇപ്പോൾ 7 ബേബീസ് വെച്ച് ഹീറോയിന് ബേബീസ് വെച്ച് ഡാഡി എൻ്റെ തായ് കെട്ട് എൻ്റെ ഡാഡി യൂണിഫോം കെട്ടുന്ന ബേബീസ് വഴക്കുണ്ടാകായിരുന്നു. ഹീറോയി കണ്ണത്ത് കൈ വെച്ച് നോക്കുമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈം സ്കൂളാ ഡാഡ് പറഞ്ഞ് കേൾക്ക്, എനിക്ക് പഠിക്കണോ അങ്ങനെ ഹീറോയിൻ്റെ സ്കൂൾ കുട്ടികൾക്ക് കൂട്ടിയായിരുന്നു. കുട്ടികൾക്ക് അക്ഷരം നന്നായിട്ട് അറിയും, പിന്നെ ഓൾറെഡി അങ്ങനെ ഫസ്റ്റ് ഇയർ സ്കൂൾ എല്ലാവർക്കും കുറച്ച് കൂട്ടുകാർ ഐ മിസ് യു ഡാഡ് നമ്മുടെ പിന്നെ ആ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ബുക്കിലേ ഉള്ളത്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടായി സ്കൂളിലാക്കി. 7 ബേബിയുടെ ഹീറോയി ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി, നിങ്ങളാണ് ബേബീസ് കൊണ്ടുപോയി, ഞാൻ ഇവിടെ വരും. അങ്ങനെ ബേബീസ് ബായ് ഡാഡി ബായ് മമ്മി എല്ലാം ഹക്ക് ചെയ്ത് 7 പേര് ബേബീസ് ഓടിപ്പോയായിരുന്നു സ്കൂളിനകത്ത്. എല്ലാ ഗേൾസ് വീഡിയോസ് കാണാൻ അൻസമായിട്ടുണ്ടല്ലോ, ഒരു മീഡിയ ഒന്നും കാണാൻ പറ്റില്ല എന്ന് നോക്കായിരുന്നു. അങ്ങനെ ബേബി സ്കൂൾക്ക് പോയായിരുന്നു. സ്കൂളിൽ നിന്ന് ഡേയ്സ് പോകുന്നത്